ഹായ് ഫ്രണ്ട്സ്, നമ്മൾ HSTക്ക് വേണ്ടി മോഡ്യൂൾ 8 21वीं सदी का हिंदी साहित्य गद्य और പദ്യമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ 21वीं सदी का ഹിന്ദി കഥാസാഹിത്യമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കഥാസാഹിത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഹാനി, ഉപന്യാസം വരും. അതിൽ മഹിളാ ലേഖികമാരെയാണ് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സിലായിട്ട് പഠിച്ചത്. ഗീതാഞ്ജലി ശ്രീ, കൃഷ്ണ സോബത്തി, മമത കാലിയ, ഇവർ 3 പേരെയും നമ്മൾ പഠിച്ചു. ആ ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈത്രേയ പുഷ്പ. मैत्रेय पुष्पा का जन्म 30 नवंबर 1944 അലിഗഡ് ജില്ലയിലെ സിർക്കുര ഗാവ് में എവിടെയാണ് മൈത്രേയ പുഷ്പ ജനിച്ചത്? സിർക്കുര എന്ന് പറയുന്ന ഗ്രാമത്തിൽ. അതെവിടെയാണ്? അലിഗഡ് എന്ന് പറയുന്ന ജില്ലയിലാണ്. അലിഗഡ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ അലിഗഡ് ജില്ലയിലെ സിർക്കുര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എന്നാണ് ജനിച്ചത്? 1944 നവംബർ 30 ശിക്ഷ, വിദ്യാഭ്യാസം പറയുകയാണെങ്കിൽ ഹിന്ദി സാഹിത്യമേ MA की എവിടെ നിന്നാണ്? ബുന്ദേൽഖണ്ഡ് കോളേജ് ഝാൻസി. ഝാൻസിയിലെ ബുന്ദേൽഖണ്ഡ് കോളേജിൽ നിന്ന് MA എടുത്തിട്ടുണ്ട് ഹിന്ദിയിൽ. പ്രാപ്ത് സമ്മാൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർക്ക് ലിറ്റററി അവാർഡ് 2001, ഹിന്ദി അക്കാദമി ദ്വാര സാഹിത്യ കൃതി സമ്മാൻ, കഥാ പുരസ്കാർ, ഉത്തർപ്രദേശ് ഹിന്ദി സംസ്ഥാൻ ദ്വാര പ്രേംചന്ദ് സമ്മാൻ. ഇതൊക്കെ പ്രധാനപ്പെട്ട സമ്മാനങ്ങളാണ് അവർക്ക് നേടിയിട്ടുള്ളത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് രചനകളാണ്. രചനകൾ പറയുമ്പോൾ കഹാനി സംഗ്രഹം നമുക്ക് ആദ്യം പറയാം. ചിൻഹാർ, ഗോമ ഹസ്തി ഹേ, ലൽമുനിയ തഥാ അന്യ കഹാനിയ, ഫൈറ്റർ കി ഡയറി ആദി. ഇതെല്ലാം കഹാനി സംഗ്രഹങ്ങളാണ്. ഒന്നുകൂടെ പറയാം. ചിൻഹാർ, ഗോമ ഹസ്തി ഹേ, ലൽമുനിയ തഥാ അന്യ കഹാനിയ, ഫൈറ്റർ കി ഡയറി. ഉപന്യാസുകളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഉപന്യാസുകൾ പറയുകയാണെങ്കിൽ ഉപന്യാസുകൾ ഡേറ്റ് ഉൾപ്പെടെ ഇയർ ഉൾപ്പെടെ പഠിക്കുക. സ്മൃതിദംശ് 1990, ബേത്വ ബഹുരഹി 1993, ഇതനാമം 1994, ചാക്ക് 1997, ചൂലാനട്ട് 1999, അൽമ കബൂത്തരി 2000 തൊട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. 21वीं സദിക്ക് ഹിന്ദി സാഹിത്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അൽമ കബൂത്തരി 2000 ആണ്. അഗൻ ഭാഗി 2001, വിജൻ 2002, കഹേ ഈസുരി ഭാഗ് 2004, ത്രിയാഹട്ട് 2005, ഗുണാഹ് ബേ ഗുണാഹ് 2011, ഫരിസ്തെ നിഗലെ 2014. ഒന്നുകൂടെ പറയാം. മൈത്രേയ പുഷ്പയുടെ ഉപന്യാസങ്ങൾ: സ്മൃതിദംശ് 1990, ബേത്വ ബഹുരഹി 1993, ഇതനാം 1994, ചാക്ക് 1997, ചൂലാനട്ട് 1999, അൽമ കബൂത്തരി 2000, അഗൻ പാകി 2001, വിജൻ 2002, കഹേ ഈസുരി ഭാഗ് 2004, ത്രിയാഹട്ട് 2005, ഗുണാഹ് ബേ ഗുണാഹ് 2011, ഫരിസ്തെ നിഗലെ 2014. ഇതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് ബേത്വ ബഹുത്തി രഹി എന്ന് പറയുന്നതിന് പ്രേംചന്ദ് സമ്മാൻ കിട്ടിയിട്ടുണ്ട്. ഇതിന് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ അവിടെ ആത്മകഥകൾ പറയുകയാണെങ്കിൽ കസ്തൂരി കുണ്ടൽ ബെസെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഡിയ ഫിത്തർ ഗുഡിയ. സ്ത്രീ വിമർശമുണ്ട് ഖുലി ഖിഡ്കിയ. നാടകമുണ്ട് മന്ദാക്രാന്ത. ഇനി നമുക്ക് കഥാപാത്രങ്ങൾ നോക്കാനുണ്ട്. കാരണം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 21वीं സദിക്ക് പ്രമുഖ ഉപന്യാസ് കഹാനി ഏവം പാത്ര എന്നുള്ളൊരു ഈ മൊഡ്യൂളിൽ തന്നെ നമുക്ക് ഉള്ളതാണ്. അപ്പം പാത്ര ഇതിൽ ഇത്തനമം കി പ്രമുഖ പാത്ര മന്ദയാണ്. ചാക്ക് ഉപന്യാസിലെ പ്രധാന പാത്ര സാരംഗാണ്. അൽമ കബൂത്തരിയിൽ അൽമ, ചൂലാനട്ടിൽ ഷീലോ. അപ്പോൾ ഇത്തനമക്ക് ഈ പ്രമുഖ പാത്ര മന്ദ, ചാക്കിൽ സാരംഗ്, അൽമ കബൂത്തരിയിൽ അൽമ, ചൂലാനട്ടിൽ ഷീലോ. ഇത്രയും കഥാപാത്രങ്ങളെങ്കിലും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയാം. കഹാനി സംഗ്രഹങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചിൻഹാർ, ഗോമ ഹസ്തി ഹേ, ലൽമുനിയ തഥാ അന്യ കഹാനിയ, ഫൈറ്റർ കി ഡയറി. ഇതാണ് കഹാനി സംഗ്രഹങ്ങൾ. ഉപന്യാസുകൾ ഡേറ്റ് ഉൾപ്പെടെ പഠിക്കുക. സ്മൃതിദംശ് 1990, ബേത്വ ബഹുരഹി 1993, ഇതനാം 1994, ചാക്ക് 1997, ചൂലാനട്ട് 1999, അൽമ കബൂത്തരി 2000, അഖൻ പാഗി 2001, വിജൻ 2002,
കഹെ ഈസുരി ഫാഗ് 2004, ത്രിയാഹട്ട് 2005, ഗുനാഹ് ബേഗുനാഹ് 2011, ഫരിഷ്തെ നിഗലെ 2014. അപ്പം കഥാപാത്രങ്ങളെ കൂടെ ഓർത്ത് വയ്ക്കുക. ഇത്തരം ഉപന്യാസം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രമുഖ പാത്രമാണ് മന്ദ. ചാക്ക് സാരംഗ്, ചാക്കിലാണ് സാരംഗുള്ളത്. അൽമ കബൂത്തരയിൽ അൽമ, അത് പിന്നെ നമുക്ക് കിട്ടും. ചൂലാനട്ടിലെ ശീലോ. ഓക്കെ, താങ്ക് യു.